കല്യാണിയെ തെളിവില്ലാതെ കൊന്നുകളഞ്ഞ് സരയു കിരണിൻ്റെ ഭാര്യയായി. അതെ, സരയുവിനെ ഭാര്യയാക്കുകയാണ് ഒന്നുമറിയാതെ കിരൺ. സരയുവിന് പണ്ടത്തെ ആഗ്രഹം വീണ്ടും മനസ്സിൽ പൊട്ടിമുളയ്ക്കുകയാണ്. തനിച്ചായ തനിക്കും കുഞ്ഞിനും ഒരു കൂട്ട് വേണമെന്നും ആ കൂട്ട് കിരണെ പോലെ നല്ലവനായ ഒരുത്തനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും സ്നേഹിക്കുന്നവനുമായ ഒരുത്തനെ വേണമെന്നുള്ള സരയുവിൻ്റെ ആ പഴയ ചീത്ത അഴുക്ക് ചിന്ത അങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സരയു ഏറെ മാറിയിട്ടും പെട്ടെന്ന് കിരണോട് അടുത്തിടകുമ്പോഴായിരുന്നു ആ ആഗ്രഹം വരുന്നത്. കിരണിൻ്റെ ജീവിതത്തിലേക്ക് താൻ കടന്നു ചെല്ലണമെങ്കിൽ കല്യാണിയെ ഒഴിവാക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ് സരയു. കല്യാണി പൂർണ്ണമായും കിരണിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ മാത്രമേ കിരൺ തൻ്റേതാവുകയെന്നുള്ള ചിന്ത സരയുവിലോടെടുക്കുകയാണ്. അങ്ങനെ സരയു ഒരു തെളിവുമില്ലാതെ കല്യാണിയെ തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണിയെ തീർത്ത് ഒരു തെളിവും ബാക്കി വെക്കാതെ അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ സരയുവിൻ്റെ കുഞ്ഞിനും അതുപോലെ തന്നെ കിരണിൻ്റെ കുഞ്ഞിനും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം വേണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കിരണെ കല്യാണം കഴിക്കുന്നു.